കൊച്ചിയിൽ കൊച്ചായത് കേന്ദ്ര സർക്കാരോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഹൈബി ഈഡൻ, ഈ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായ വിവാദത്തിന് കാരണം പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി നിങ്ങൾ തന്നെ പ്രശ്നമുന്നയിച്ചപ്പോഴാണ്. ഇവിടെ പ്രോട്ടോകോൾ എന്നത് കൃത്യമായി പാലിച്ചിരിക്കുകയാണ് PMO. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രതികരണത്തിൽ ഒരു പ്രതിഷേധ സ്വരം? അല്ല, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സമാനമായ ഉദ്ഘാടനത്തിന് സമാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു മെട്രോ റൈഡും തുടർന്ന് ആലുവ സ്റ്റേഷനിൽ നടത്താനിരുന്ന ഉദ്ഘാടനവും അതിൻ്റെ പ്രശ്നം എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. പാർട്ടി സെക്രട്ടറിയുമായാണ് അദ്ദേഹം അന്ന് യാത്ര നടത്തിയത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് കൊച്ചി മെട്രോ റെയിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന സംസ്കാരത്തിന്, തൊഴിൽ സംസ്കാരത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിച്ച പദ്ധതിയാണ്. ഒരു വലിയ പദ്ധതി കേരളത്തിൽ ആദ്യമായി നടക്കുമ്പോൾ അതിനെ വിശ്വാസത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം, കൊച്ചിയിലെ ജനങ്ങൾ ഏറ്റെടുത്തത്. കഴിഞ്ഞ 4 വർഷമായി വേണുവിന് കൃത്യമായി അറിയാം എങ്ങനെയാണ് എറണാകുളത്തെ ജനങ്ങൾ യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് 2 വീലർ യാത്രക്കാർ. അവരൊരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ഈ കൊച്ചിയിലെ വ്യാപാര സമൂഹം വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അവരും ഇത് സ്വീകരിച്ചു. കാരണം ഡോക്ടർ ഇ ശ്രീധരൻ ഇതിൻ്റെ മുഖ്യ കാർമ്മികനായി വന്നു എന്നുള്ളത് കൊണ്ടാണ്. UDF ഗവൺമെൻറ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ ഒരുപാട് ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും പല പക്ഷത്തു നിന്നും ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ DMRCയെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു, ഇ ശ്രീധരനെ ഒഴിവാക്കുന്നു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് DMRC പദ്ധതി ഏറ്റെടുക്കും, ശ്രീ ഇ ശ്രീധരന് കൃത്യമായ റോൾ ഉണ്ടാകും. ആ ഇ ശ്രീധരൻ്റെ ഫേസാണ് നമ്മൾ കൊച്ചി മെട്രോന് വേണ്ടി ഉപയോഗിച്ചത്. അതാണ് ജനങ്ങൾ സ്ഥലം വിട്ടു തന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൊച്ചി നഗരത്തിൽ ഇത്രയും അധികം സ്ഥലം വളരെ എളുപ്പത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്നു? അപ്പോൾ ഈ ശ്രീധരനെ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിയതിന് ശേഷം ഞങ്ങളാരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ലല്ലോ ഡോക്ടർ ഇ ശ്രീധരനെ വേദിയിലിരുത്തുന്നത്. ഞങ്ങളെല്ലാവരും പറയുന്നത് ഡോക്ടർ ഇ ശ്രീധരനെ ഇരുത്തണം. കേരളത്തിൻ്റെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി, ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഈ പദ്ധതികളിൽ ഇടപെട്ട ഒരാളാണ്. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കരുത്. കാരണം കേരളത്തിൻ്റെ വികസനം മുന്നോട്ട് പോകണമെങ്കിൽ, ഇനിയുള്ള ബൃഹത്തായ പദ്ധതികൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു പുതിയ നയസമീപനം കേരളത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങളെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഒരു പോസിറ്റീവായ നോട്ടോടുകൂടി ഇത് അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടത്. ഈ പ്രതിപക്ഷ നേതാവിനെ അടക്കം, ആ ഭാഗത്തെ ബന്ധപ്പെട്ട MLA-മാരെ അടക്കം ഒഴിവാക്കിയതിനോടുള്ള സമീപനം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഓപ്പോസിഷൻ ഒരു വലിയ സ്പേസ് ഉണ്ട്. അതിൻ്റെ ലീഡറെ വിളിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ മര്യാദയും സാധാരണ പുലർത്തി വരുന്ന ഒരു മുമ്പ് കാലഘട്ടങ്ങളിൽ പുലർത്തി വരുന്ന ഒരു രീതിയുമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു റൈഡ് നടത്തി. മുഖ്യമന്ത്രിയോടൊപ്പം ജനപ്രതിനിധികൾ, ആ ഭാഗത്തുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പദ്ധതികളുമായി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ സങ്കീർണമായപ്പോൾ, പല സന്ദർഭങ്ങളിൽ ഇത് തടസ്സപ്പെട്ടപ്പോൾ, രാപ്പകൽ വ്യത്യാസമില്ലാതെ പണി നടന്നപ്പോഴെല്ലാം സഹകരിച്ച, അതിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിയ ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തുന്നതിൽ എന്താ തെറ്റ്? ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി പാലാരിവട്ടത്തു നിന്ന് പത്തടിപ്പാലം വരെ യാത്ര നടത്തുമ്പോഴും അവിടുത്തെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തിനാ ജനപ്രതിനിധികളെ മാറ്റി നിർത്തുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുള്ളത് കൊണ്ടിട്ടാണോ? ഇവിടെ BJP പങ്കെടുക്കുന്ന പരിപാടിയിൽ 20-25 പേര് ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം വേദി പങ്കെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ യാതൊരു മാനദണ്ഡമോ അല്ലെങ്കിൽ യാതൊരു പ്രോട്ടോക്കോളോ ഒന്നും തന്നെ അതിൽ കണ്ടിട്ടില്ല. ശരി, ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടുത്തെ ഈ വികാരം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച വന്നിരുന്നോ? ഒരു ജംബോ ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് സ്വന്തം നടപടിയെ ന്യായീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ലിസ്റ്റ് ഇവിടെ നിന്ന് പോയതുകൊണ്ടാണോ അവർ ഏകപക്ഷീയമായി ഇത്തരമൊരു നിലപാടെടുത്തത്? അങ്ങനെ ഒരു കുറ്റബോധം ഇപ്പോൾ വേട്ടയാടുന്നതുകൊണ്ടാണോ ഒരു 3 പേരെ കൂടി ഉൾപ്പെടുത്തൂ എന്ന് വീണ്ടും കേന്ദ്രത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ മുഖ്യമന്ത്രി തുനിയുന്നത്? വേണു, അങ്ങനെയല്ല. അപ്പോൾ ജംബോ ലിസ്റ്റ് എന്ന് അതിനെ പറയാൻ വേണ്ടി പറ്റില്ല. ആ ലിസ്റ്റ് ഞാനിപ്പോൾ അതങ്ങനെ നോക്കുകയാണ്. ആ ലിസ്റ്റ് പരിശോധിച്ചാൽ ന്യായമായും അർഹമായും അതിൽ വരേണ്ടവരാണ് അതിലുണ്ടാകേണ്ടത്. സർക്കാർ നിർദ്ദേശപ്രകാരം വേദിയിൽ സ്ഥാനം ലഭിക്കേണ്ടവരുടെ ലിസ്റ്റ് നോക്കൂ. മേയർ സൗമിനി ജെയിൻ, ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, PT തോമസ്, MLA-മാർ ഹൈബി ഈഡനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മന്ത്രിമാരായ തോമസ് ചാണ്ടി, E ചന്ദ്രശേഖരൻ, മാത്യു ടി തോമസ്,
രാമചന്ദ്രൻ കടന്നപ്പള്ളി, നഗരവികസന മന്ത്രാലയം സെക്രട്ടറി രാജീവ് ഗുഹ, KMRLൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഏലിയാസ് ജോർജ് ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ ജംബോ ലിസ്റ്റായിട്ട് ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല, ന്യായമായ ഒരു ലിസ്റ്റാണ്. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം ഇപ്പോൾ വേണു നേരത്തെ പറഞ്ഞത് മെട്രോ മാനെ സെൽഫി മാൻ മാറ്റി മുന്നോട്ട് വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വച്ചാൽ ഏത് ഉദ്ഘാടനവും ഏത് വികസനവും തൻ്റെ മാത്രം ഒരു ഷോ ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഭൂപൻ ഹസാരിക പാലത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വൺ മാൻ ഷോ വർക്കായി മാറുന്നു. അപ്പോൾ അങ്ങനെ ശീലിച്ചൊരു രീതിയാണ്. അങ്ങനെ ശീലിച്ചൊരു രീതിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമായും പ്രധാനമന്ത്രിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു നിലപാട് വരുന്നത്. ആ പ്രധാനമന്ത്രിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ള നിലപാടാണ് ഇത് സെക്യൂരിറ്റിക്ക് അപ്പുറത്തുള്ള പ്രശ്നം. ഈ ഡോക്ടർ ശ്രീധരൻ എന്ത് സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാക്കുക? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ ഇരുന്നാൽ എന്താണ് സെക്യൂരിറ്റി പ്രശ്നം വരാൻ പോകുന്നത്? ഇവർ എന്താ ഭീകരവാദികളാണോ? അല്ലെങ്കിൽ ഇവർ പ്രധാനമന്ത്രിയുടെ ആകെ സുരക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന ആളുകളാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇതിൽ കേരളത്തിൻ്റെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കേണ്ട ഒരു വിഷയമാണ്. തിരുത്തണം. അതിൽ മാതൃകാപരമായൊരു നിലപാടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെ ഹൈബി ഇവിടെ ചൂണ്ടിക്കാട്ടിയ വിഷയത്തിലും അവിടുത്തെ MLA-മാരെ ഉൾപ്പെടുത്തണമെന്നുള്ള നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തു. ഹൈബി അതൊക്കെ പറയുമ്പോൾ അതുകൂടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. ആ കത്തിൽ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു ന്യായമാണ്, ജനവികാരമാണ്. ജനങ്ങൾ ആ മെട്രോയുടെ എല്ലാമായി മാറിയ മെട്രോ മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയെ തഴഞ്ഞതിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. അപ്പോൾ അത് തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് കേരളം ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും ആകുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള പല ഉദ്ഘാടന വിഷയങ്ങളിൽ അത് മോഡി മാജിക്കായി അല്ലെ മോഡി ഇൻഡിവിജ്വൽ ഇഷ്യൂ ആക്കി മാറ്റാനുള്ള സെൽഫ് ഫോക്കസിംഗ് ആയി മാറുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ജനാധിപത്യം താഴെയാകുന്നതും വ്യക്തി മുകളിലേക്കായി മാറുന്നതും എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടുന്ന പോലെ ഈ ഭൂപൻ ഹസാരിക പാലം എന്നത് നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പതിഞ്ഞിരിക്കുന്നത്? ഹിന്ദു അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത ചിത്രം എന്നത് ആ വലിയ നീണ്ട ആ പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, നല്ല വെള്ളി വെളിച്ചത്തിൽ. ഇത് ഒരു ജനതയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നൊരു ചിത്രമാണ്. അതിലൂടെ ഒരു വ്യക്തി അനശ്വരനാകുന്നുണ്ട്. ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ബുദ്ധിയിലൂടെ ഇത്തരമൊരു രാഷ്ട്രീയം ഒരു ജനതയ്ക്ക് മേൽ കടത്തിവിടുമ്പോൾ കേരളവും അതിന് പരീക്ഷിക്കപ്പെടുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? കാരണം ശ്രീധരൻ അടുത്ത് നിന്നാൽ മോദിയുടെ മോടി കുറയും. ശ്രീധരനില്ല, ഇതിൻ്റെ ശില്പി എന്ന നിലയിൽ പിന്നെ നരേന്ദ്രമോദിക്ക് അങ്ങ് തിളങ്ങി വിളങ്ങി നിൽക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്നും യാദൃച്ഛികമല്ല, ഇത് ഒരു പ്രോട്ടോകോൾ പിടിവാശിയല്ല, ഇതൊരു സുരക്ഷാ ആശങ്കയല്ല. ഇത് റിയാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ മെട്രോ മാനെ മലർത്തി അടിച്ച സെൽഫി മാൻ്റെ വിജയമാണോ? അല്ല, ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരെയോ പാർട്ടി നേതാക്കളെയോ പോലും അതിലടുപ്പിക്കാറില്ല. ഒരുപക്ഷെ അമിത്ഷായെ മാത്രം ചില കാര്യങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ നേരത്തെ ഹൈബി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലടക്കം പ്രധാനമന്ത്രി പങ്കെടുത്ത നിരവധി പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. 7 പേര് മാത്രമേ പരിപാടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നെനിക്കറിയില്ല. കാശ്മീരിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാശ്മീരിൽ അങ്ങനെ ചെയ്യുന്നതിന് കാരണം ഉണ്ടാവാം, അവിടെ സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ എറണാകുളത്ത് ഞങ്ങൾ ജീവിക്കുന്ന ഈ ഗ്രൗണ്ടിനകത്ത് എന്ത് സുരക്ഷാ ഭീഷണി എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, വേണു ചോദിച്ചാലും പ്രധാന പോയിന്റ് അതാണ്. ഈ സെൽഫ് എന്താ പറയുക, അത് അത്തരത്തിലൊരു മാനിയ ഉണ്ടല്ലോ. ആ മാനിയ കേരളത്തിൽ വന്നപ്പോൾ ആളുകൾ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ മെട്രോമാൻ ശ്രീധരൻ്റെ കാര്യം പറഞ്ഞു. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ മനുഷ്യന് ഉള്ള പങ്ക് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന അപ്പുറത്തിരിക്കുന്ന രാജേഷ് അടക്കമുള്ള ആളുകൾ അംഗീകരിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ എന്തൊക്കെ വിവാദമുണ്ടായപ്പോഴും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ശ്രീധരനൊപ്പം നിന്നൊരു കാഴ്ച നമ്മൾ കണ്ടു, സാധാരണ മനുഷ്യർ. കാരണം ഇദ്ദേഹം ഇത് ഉണ്ടാവണം എന്ന കാര്യം തീർച്ചയാണ്. ഇനി പ്രോട്ടോകോൾ വരികയാണെങ്കിൽ പ്രോട്ടോകോളിൽ എന്താ പ്രധാനമാവേണ്ടത് ആ പദ്ധതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ് എന്ന് തന്നെയാണ്. അത് ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, അത് കേവലം സുരക്ഷാ മാനദണ്ഡമോ SPG മാനദണ്ഡമോ ഒന്നുമല്ല
അതിനപ്പുറത്ത് ഇപ്പോൾ ഭൂപൻ ഹസാരിക പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഒരു സുരക്ഷയും ഉണ്ടായില്ല. ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിക്ക് പോയി നിൽക്കാൻ സുരക്ഷയൊന്നുമില്ല. ഇവിടെ ഒരു സംശയവും വേണ്ട. ഇത് ഒരു മാനിയ ബാധിച്ച ഒരാൾക്ക് തീർച്ചയായും ശരിയാണ്. അവിടെ അങ്ങനെ നിന്നാൽ കേരളത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രി ഒട്ടും കുറച്ചുകൊണ്ട് പറയല്ല, പ്രധാനമന്ത്രിയേക്കാൾ നോക്കുക. 80 വയസ്സ് കഴിഞ്ഞ ഈ കൊച്ചിയിൽ, ഞാനത് കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ വെയിലത്തും പൊടിയിലും മഴയത്തും കൊച്ചി മെട്രോയുടെ പ്രവർത്തനത്തിന് വേണ്ടി തെരുവ് തന്നെ അലഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ഞാൻ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്. അത്രയ്ക്കും അനുഭവിച്ച് 80 വയസ്സ് കഴിഞ്ഞ ആ വയോവൃദ്ധനായ അജ്ഞാനവൃദ്ധനായ മനുഷ്യനെ ഒഴിവാക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ എത്ര ഫോക്കസ് വന്നാലും ഞാൻ പറയുന്നു മോഡി കുറയാൻ തന്നെയാണ് പോകുന്നത്. മോഡിക്ക് ഈ ചടങ്ങിൽ ഒരു സംശയവും വേണ്ട. ശ്രീ വി രാജേഷ്, ഇതിന് മറുപടി പറയുമ്പോൾ ഞാൻ ബോധപൂർവ്വമാണ് താങ്കളിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നത്. മറുപടി പറയുമ്പോൾ ഈ 3 വ്യക്തികളിലേക്കല്ല പോകേണ്ടത്. താങ്കൾ സംസാരിക്കുന്നത് ഈ ശ്രീധരനെ ആദരിക്കുന്ന എല്ലാ മലയാളികളോടുമാണ്. ആ ഉത്തരവാദിത്വത്തോടെ താങ്കൾക്ക് മറുപടി പറയാം. ഞാൻ ആ ഉത്തരവാദിത്തോടെ മറുപടി പറയാൻ വേണം. പക്ഷേ ഇവർ പറഞ്ഞ എല്ലാ പോയിന്റും ഞാൻ മറുപടി ഒന്നുമില്ല. ചില കാര്യങ്ങൾ എനിക്ക് സ്പർശിക്കാനും കൂടെ സമയം തന്നാണ്. എന്തായാലും ഇന്ന് രാത്രിയുള്ള നരേന്ദ്രമോദി വധം ബാലെ ആരംഭിക്കുകയാണ്. 3 പേരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ റോളിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ നിലപാട് പറയാം. കേരളത്തിൻ്റെ സ്വത്തായിട്ടുള്ള എല്ലാവരും വാനോളം അദ്ദേഹത്തെ പുകഴ്ത്തി, അതിലപ്പുറം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ വ്യക്തിപരമായിട്ട് ബഹുമാനിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രത്തോളം പ്രായമായിട്ടും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. മറ്റൊന്ന്, അഴിമതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലേ ഇല്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജറ്റിക് ആ ഒരു നേച്ചറാണ് കാണുന്നത്. ബാക്കി പല കാര്യങ്ങളും ഇവർ പറഞ്ഞ് ഈ ശ്രീധരനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരോട് യോജിക്കുകയാണ്. അദ്ദേഹം ഈ മെട്രോ റെയിലിൻ്റെ ഉദ്ഘാടനത്തിൽ വേദിയിൽ ഉണ്ടാകണം എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഉണ്ടാകും എന്ന് തന്നെ 101% ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുണ്ട് ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷത്തിന്. ജനങ്ങളുടെ വോയിസാണ് പ്രതിപക്ഷ നേതാവ്. അതായത് ഉമ്മൻചാണ്ടി ഓർ രമേശ് ചെന്നിത്തല അദ്ദേഹവും ഉണ്ടാകണം എന്ന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉണ്ടാകുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീധരനും രമേശ് ചെന്നിത്തലയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടാകണമെന്ന് അങ്ങേയറ്റം തന്നെ ആഗ്രഹിക്കുന്നു. കാരണം ഈ ശ്രീധരൻ എന്തായാലും അവിടെ സ്ഥലത്തുണ്ടാകും. പക്ഷേ അദ്ദേഹം കൂടി ആ വേദിയിലുണ്ടെങ്കിൽ മാത്രമേ ആ വേദിക്ക് നല്ലൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില അഭിപ്രായങ്ങൾ എനിക്ക് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹൈബി ഈഡനാണ് ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞത് ഈ ശ്രീധരനെ ഒഴിവാക്കി. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന ഈ ഒരു വാർത്തയെ 5-6 മണിക്കൂർ കൊണ്ട് എന്തുമാത്രം വക്രീകരിക്കാൻ വേണ്ടി CR ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച് നിർത്തിയപ്പോൾ സാധിച്ചു എന്നാണ് ഞാൻ അതിശയിക്കുകയാണ്. വേണു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം മെട്രോ ഞാൻ BJPയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളെന്നുള്ളതായിരിക്കും അടിവരയിട്ട് പറയാം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും ഈ ശ്രീധരനും കൂടി ആ വേദിയിൽ നിന്ന് കഴിഞ്ഞാൽ കൊച്ചി മെട്രോയെ സംബന്ധിച്ച് അത് നിർമ്മിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഈ ശ്രീധരന് തന്നെയാണ്. അതിൽ നരേന്ദ്രമോദി ഒരിക്കലും എഞ്ചിനീയർ അല്ല, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, ഭരണാധികാരിയാണ്. പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് അറിയാം. അല്ല, അതറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രധാനമന്ത്രിയായ ലോകരാഷ്ട്രങ്ങൾ സ്വീകരണം കിട്ടുക. അവിടെ നരേന്ദ്രമോദിയാണ് വലുത്. മെട്രോ നിർമ്മാണത്തിൽ ശ്രീധരനാണ്. ഒരു വാഹനം ശ്രീധരനാകട്ടെ ഈ എഞ്ചിനീയറിംഗ് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന് അഴിമതി ഇല്ലാതെ നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ അറിയാം, അദ്ദേഹത്തിന് നിർമ്മാണം നടത്താൻ അറിയാം. ഇനി വേറൊന്ന്, ഞാൻ വേണുവിനൊരു വാട്സാപ്പ് മെസ്സേജ് കാണിച്ചത്. ഹൈബി, അങ്ങയുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം രാജേഷ് ഒരു ചർച്ചയിൽ ഒരു പടം ഉയർത്തി കാണിച്ചു. തലവേദന ഒഴിഞ്ഞിട്ടില്ല. ആധികാരികത ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം രാജേഷ് ഏറ്റെടുക്കും. വേണു, ഒരു കാര്യം, ഈ ചിത്രം ഞാൻ കാണിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. വേണു ബാലകൃഷ്ണന്റെ എതിർപ്പോട് കൂടിയാണ് കാണിക്കുന്നത്. ഞാൻ സമ്മതിക്കുന്നു. മാതൃഭൂമി ചാനലിലോ ഞങ്ങൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഹൈബി, എന്തെങ്കിലും മാനനഷ്ട കേസുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കൊടുത്തോളൂ, BJPയുടെ പേരിൽ കൊടുത്തോളൂ. ഇത് ഈ കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിടുന്ന ചടങ്ങാണ്. അന്നും ഈ ശ്രീധരൻ കൺസൾട്ടൻ്റ് ആയിരുന്നു, ഇന്നും ഈ ശ്രീധരൻ കൺസൾട്ടൻ്റ് ആണ്. ഇതിലെവിടെയാണ് ഈ ശ്രീധരൻ? UDF ഭരണകാലത്ത് കൊച്ചി മെട്രോയ്ക്ക് തറക്കല്ലിട്ട ചടങ്ങിൽ ഈ ശ്രീധരൻ ഇല്ല. ഹൈബി ഈഡൻ നിങ്ങളുടെ ഗവൺമെന്റ്. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഇടപെട്ടില്ല. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. ഇതിൽ ഈ ശ്രീധരനില്ല. അന്ന് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരുടെ ഒരു ഫോട്ടോ സെഷനായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്ന് കരുതിയിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് വരാത്തതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇനി ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇന്ന് SPGയുടെ കയ്യിൽ നിന്നാണ് ഈ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രാരംഭഘട്ടമാണ്. ഇനിയും ദിവസങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസം വളരെ വലിയൊരു സമയം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശ്രീധരനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഇതൊരു രാഷ്ട്രീയവും ധാർമ്മികവുമായ ഒരു വശമുണ്ട് ഇതിന്. കേരള മുഖ്യമന്ത്രി, കേരള ഗവൺമെൻറ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സ്ഥിതിക്ക്